ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് മഴയുടെ ഒരു സൗണ്ട് ഉണ്ടാവും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെയ്മീൻ ഫിഷ് റോസ്റ്റ് ആണ്. നെയ്മീൻ എന്ന് വെച്ചാൽ ഇത് കുയിൽ നെയ്മീൻ എന്ന് പറയും. ഇത് യോജിച്ചേണ്ട ഒരു കൂട്ടുകാരനാണ് എനിക്ക് എത്തിച്ചു തന്നത്, റാൽഫി. താങ്ക്സ് റാൽഫി. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള്, ഞാനൊരു 1/2 കിലോ കുയിൽ നെയ്മീൻ എടുത്തിട്ടുണ്ട്. 3 വലിയ തക്കാളി, ഒരു ഫുള്ള് തേങ്ങയുടെ കട്ടിയുള്ള പാല്, പിന്നെ ഒരു 3 വലിയ സവോള അരിഞ്ഞത്, പിന്നെ ഒരു ഹാഫ് സവോള പൊടിയായി അരിഞ്ഞത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണം. ചെറുനാരങ്ങ നീര് ഒരെണ്ണം, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ അരിഞ്ഞത്, വേപ്പില, ഉള്ളി ഒരു 15 എണ്ണം അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്. പച്ചമുളക് എരിവിന് അനുസരിച്ച് എടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മസാലപ്പൊടികളുടെ അളവ് ഞാൻ ഇടുമ്പോൾ പറയാം. പിന്നെ ഉലുവപ്പൊടി, കുരുമുളക് പൊടി. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അത് ചെയ്യാം. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1.5 സ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവപ്പൊടി, ചെറുനാരങ്ങ നീര്, കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാള. ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മീനില് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാ മീനിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ ഒന്ന് വറുത്തെടുക്കണം. നല്ല പരപ്പുള്ള മീനായതുകൊണ്ട് ഇത് 2 എണ്ണം വെച്ചാണ് നമുക്ക് വറക്കാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മീൻ വെച്ച് കൊടുക്കാം. മീൻ ഇവിടെ ഞാൻ മറച്ചിട്ടിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് അടുത്ത 2 എണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. മീൻ അടുത്ത 2 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 10-15 ചെറിയ ഉള്ളി, 5 പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം. ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 ടൊമാറ്റോ അരിഞ്ഞു വെച്ചത് ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കും. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള വാളൻപുളിയുടെ വെള്ളം, കോൽപ്പുളിയുടെ വെള്ളം ഒഴിക്കാം. 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടപ്പാൽ ഒഴിക്കാം. അധികം വെള്ളം ചേർക്കാതെ ഇരുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇതിലത്തെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഗ്രേവി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഫിഷ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുയിൽ നെയ്മീൻ
ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം JS ഹാപ്പി വേൾഡ്. താങ്ക് യു.